ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇന്നത്തെ ദിവസം അമാവാസിയാണ്, ശനിയാഴ്ചയാണ്, ശനി ജയന്തിയാണ്. നമുക്ക് ശിവഭഗവാനെയൊക്കെ ആരാധിക്കുന്ന ഏറ്റവും നന്നായിരിക്കും, കർമ്മയൊക്കെ കുറഞ്ഞു കിട്ടാൻ വേണ്ടി കേട്ടോ. അതുപോലെ തന്നെ ഇന്ന് എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ തുടങ്ങുന്നത് നല്ലതാണ്. പുതിയൊരു തുടക്കത്തിന് ഇന്ന് പറ്റിയ ദിവസമാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടും. എന്താണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഇവിടെ നിങ്ങളിലേക്ക് ആരുടെയോ സ്നേഹം വരുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എന്തോ ഒരു സന്തോഷ വാർത്ത ലഭിക്കാനുള്ള സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നുണ്ടാവും, ഒരു സന്തോഷ വാർത്തയ്ക്ക് വേണ്ടി നിങ്ങൾ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. അത് നിങ്ങളിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ദൂരദേശത്തു നിന്നും ആരോ എന്തോ നിങ്ങളോട് പറയാൻ വരുന്നുണ്ട്. അതുമല്ല എങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് തരുന്നുണ്ട്. ആരുടെയെങ്കിലും ഒരു സ്നേഹം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടും. ഒരു സന്തോഷത്തിനുള്ള കാര്യമുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ടു ഓഫ് കപ്സിന്റെ എനർജിയാണ്, വളരെ നല്ല എനർജിയാണ്. ഫസ്റ്റ് നമുക്ക് നൈറ്റ് ഓഫ് കപ്സ് വന്നു, പിന്നീട് നമുക്ക് ടു ഓഫ് കപ്സ് വന്നു. നിങ്ങളിലേക്ക് കണ്ടില്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികൾ വന്നു ചേരാനാണത്. നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് വരാനുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. വന്നു ചേരാനുള്ളത്, വന്നിട്ട് കോംപ്രമൈസ് ചെയ്ത് നല്ലൊരു ലൈഫിലേക്ക് മുന്നോട്ട് പോകാൻ രണ്ടുപേരും കൂടെ ചേർന്ന് പരസ്പരം സപ്പോർട്ട് ചെയ്ത്, പരസ്പരം സ്നേഹിച്ച്, റെസ്പെക്ട് ചെയ്തൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു ലൈഫാണ് ഇവിടെ ഇന്ന് കാണുന്നുണ്ട്. ഇതൊരു ഡിവൈൻ സ്നേഹമാണെന്ന് കാണുന്നു. അതുപോലെ തന്നെ വളരെയധികം ആകാംക്ഷയോടുകൂടി നിങ്ങൾ ചിലപ്പോൾ നോക്കിയിരുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയായിരിക്കാം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു ജീവിതത്തിലേക്കായിരിക്കണം കൂടുതലായിട്ടും. ഇനി അതല്ല, ജീവിതത്തിലേക്കല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലായാലും നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് ചേർന്ന് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെ പോയാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരാളിനൊരാളിനെ വിശ്വസിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് കാണുന്നുണ്ട്. ഈ ഒരു ലൈഫ് വളരെയധികം സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നതാണെന്ന് കാണുന്നു. അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഡെത്താണ്. ഒരുപാട് കാര്യങ്ങൾ സ്റ്റക്കാണ് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും. ഒന്നിൽ പലരും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ വിട്ടുപോയിട്ടുണ്ടാവാം. അതുമല്ല എങ്കിൽ മറ്റു പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിഷമം അനുഭവിക്കേണ്ടതായ അവസ്ഥയുണ്ടാവാം. പക്ഷെ നിങ്ങൾ അതുകൊണ്ടൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇവിടെ നിന്നും പുതിയ ചില ചേഞ്ചുകൾ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പുതിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുവരെ കുറെ നാൾ കൊണ്ട് ഈ ഒരു അവസ്ഥയിലാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച്, വിഷമമൊക്കെ അനുഭവിച്ച് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. സ്റ്റക്കാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ അതിനായിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രേ ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ പ്രയത്നിച്ചിട്ടുണ്ടാവണം പല കാര്യങ്ങൾക്ക്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പുതിയൊരു തുടക്കത്തിലേക്ക് പോകാൻ സാധിക്കുന്നു. പല മാറ്റങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ, ഇപ്പോൾ അമാവാസിയല്ലേ, അപ്പൊ ഈ ഒരു അമാവാസിയിൽ നിങ്ങൾ പ്രേ ചെയ്തു കഴിഞ്ഞാൽ അത് ഫുൾ മൂൺ ആകുമ്പോഴേക്കും നിങ്ങളുടെ കാര്യം സാധിക്കുമെന്ന് കാണുന്നുണ്ട്. അടുത്തായിട്ട് എന്താണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഏസ് ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. കണ്ടില്ലേ, എന്തോ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു. നിങ്ങൾ ബുദ്ധിപരമായി ചിന്തിച്ചു വെച്ചിരിക്കുന്ന എന്തോ ഒന്ന് തുടക്കം കുറിക്കാൻ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരുന്നുണ്ട് പല കാര്യങ്ങളിലെയും. ഇതുവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എങ്ങനെ വേണം മുന്നോട്ട് പോകുന്നത് എന്ന് വിചാരിച്ചിട്ടിരുന്ന ചില കാര്യങ്ങളിൽ
അപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരുന്നത് എന്ന് കാണുന്നുണ്ട്. ഒരു ലക്ഷ്യം ഉണ്ടാവും. നമ്മളുടെ സത്യത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാവണം. ആ ഒരു പ്ലാൻ എന്ന് പറയുമ്പോൾ ഒരു കൃത്യമായ ഒരു ലക്ഷ്യം ഉണ്ടാവണം. എനിക്ക് ഇന്ന ഇടത്തേക്കാണ് പോകേണ്ടത്, ഇന്ന കാര്യം സാധിക്കാൻ വേണ്ടിയാണ് പോകേണ്ടത്, അതിനായിട്ട് ഞാൻ ഇന്നതുപോലെയുള്ള വർക്ക് ചെയ്തേ മതിയാവൂ എന്നുള്ള ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്തുകൊണ്ട് വേണം, അതിലൊരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. മനസ്സിലായോ? അല്ല, ജീവിതത്തിൽ ആർക്കായാലും, നമുക്കായാലും, ആരുടെ കാര്യത്തിലായാലും കൃത്യമായ ഒരു ലക്ഷ്യം, കൃത്യമായ ഒരു പ്ലാൻ, കൃത്യമായ ഒരു ഗോള് ഒന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നവർ ജീവിതത്തിൽ ഒരർത്ഥവുമില്ലാതെ ഒന്നും നേടാതെ ജീവിക്കുന്നവരാണ്. മനസ്സിലായോ? അവർക്ക് യാതൊരു അർത്ഥവും അവർ കൽപ്പിക്കുന്നില്ല ജീവിതത്തിന് വേണ്ടി. ഇതുപോലെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലക്ഷ്യം സാധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗോൾ നേടുമ്പോഴുള്ള സന്തോഷം, ചരിതാർത്ഥ്യം ഒന്ന് വേറെ തന്നെയാണ്. അതാണ് ജീവിതത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. മനസ്സിലായി? അല്ലാതെ വെറുതെ തിന്നും കുടിച്ചും മലസമായി കുറെ ഇങ്ങനെ TV ഒക്കെ കണ്ട്, അല്ലെങ്കിൽ ഫോണിൽ ഇങ്ങനെ നോക്കി സമയം കളഞ്ഞ് ഒക്കെ അലസമായ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് താൻ എന്താണ്, ഈ പ്രപഞ്ചം എന്താണ് എന്നൊന്നും അറിയാൻ കഴിയുന്നില്ല. എങ്ങനെ മുന്നോട്ട് വളരണം, എനിക്കൊരു വളർച്ച വേണം, എൻ്റെ ലക്ഷ്യത്തിനൊരു വളർച്ച വേണം, എൻ്റെ ലക്ഷ്യം എനിക്കത് സാധിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പരിശ്രമിക്കും. ആ ഒരു പരിശ്രമമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വിജയത്തിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് നിങ്ങൾക്കൊരു വിജയം നേടാൻ സാധിക്കുന്നതും എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ കൃത്യമായൊരു ക്ലാരിറ്റിയോടുകൂടി എന്തോ ഒന്ന് തീരുമാനിച്ച് വെച്ച് ഉറപ്പിച്ചു വെച്ചിട്ട് അതിലേക്ക് പോവുകയാണ്. അതാണ് ഈ ഏസ് ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത്. ഏതൊരു കാര്യവും നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിപൂർവ്വം പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നല്ല വ്യക്തത വേണം. ആ ഒരു കാര്യത്തിന് വ്യക്തതയാണ് ഇവിടെ. ആ ഒരു കാര്യത്തിന് വ്യക്തത ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വിദേശത്ത് പോയി ജോലി നേടാനായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് യാത്രയ്ക്കുള്ള തുടക്കമായിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സിന് വേണ്ടി നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം പുതിയതായിട്ട്. ഇതിവിടെ എന്തോ ഒന്ന് തീരുമാനിച്ചിരിക്കുന്നു. മനസ്സിലുള്ള പല ചോദ്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി കിട്ടിയതുപോലെയാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെതായ ഒരു തുടക്കം. ഇവിടെ 7 ഓഫ് സോഡിന്റെ എനർജിയാണ്. 7 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഇന്നത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻസ് ഹൈ ആവുന്ന എനർജിയാണ്. ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ ചിലർക്കൊക്കെ ഒന്ന് ബുദ്ധിമുട്ടുണ്ടാവും. യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ട്. ചിലപ്പോൾ ഒരു ദുർബല നിമിഷത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാനുള്ള ഇടയുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങളുടെയും ഒരു മനസമാധാനം ഇല്ലായ്മ നിമിത്തം നിങ്ങളും ചില തെറ്റുകളിലേക്ക് പോയേക്കാം. എന്തെങ്കിലും കള്ളം പറയാനോ അല്ലെങ്കിൽ കള്ളം പറഞ്ഞ് നേടാനോ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും കബളിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടാവാം. അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം വളരെയധികം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായ ആവശ്യമുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ 7 ഓഫ് സോഡിന്റെ എനർജി എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് ചീറ്റിങ്ങിന്റെ കാർഡാണിത്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ നൈറ്റ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എന്തോ എത്തിച്ചേരുന്നുണ്ട്. വളരെയധികം ഫാസ്റ്റായിട്ടാണ് തിങ്ക് ചെയ്ത്, വളരെയധികം ആലോചിച്ചുറപ്പിച്ച് എന്തായാലും എനിക്കിത് ജയിക്കണം, എനിക്കിത് നേടണം എന്നൊക്കെയുള്ള ചിന്തയോടുകൂടി ആരോ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. എന്തോ ഒരു ന്യൂസ് കൊണ്ടുവരുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങളിലേക്ക്. എന്തോ നിങ്ങളോട് പറയാൻ ആരോ വരുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 8 ഓഫ് വാൻസിന്റെ എനർജിയാണ്. കണ്ടില്ലേ? ഇവിടെ ഫാസ്റ്റ് ആണ്, ക്ലിയർ ആയി ഇവിടെ കാര്യങ്ങൾ. ഇവിടെ ഫാസ്റ്റിലൊരു മൂവ്മെന്റ് നടത്തിയിട്ടുണ്ട്, പക്ഷെ ഇവിടെ ക്ലിയർ ആയി കാര്യങ്ങൾ. 8 ഓഫ് വാൻസ് അല്ലേ? ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട് കാര്യങ്ങൾ. എന്തോ നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ എന്തെങ്കിലും നിങ്ങൾ വിചാരിക്കുന്നതിന് ഒരു വ്യക്തത വന്നിട്ടുണ്ട്. പ്രൊമോഷൻ ആഗ്രഹിച്ചിട്ടുണ്ടാവാം നിങ്ങൾ ചിലപ്പോൾ, അല്ലെങ്കിൽ ജോലിയിൽ മറ്റേതെങ്കിലും കാര്യത്തിന് ഒരു പുതിയ തുടക്കം കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ലഭിക്കുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ ഇന്റർവ്യൂസിനൊക്കെ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ക്ലാരിറ്റി, വ്യക്തമായ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങളെ കൊണ്ട് ഇന്ന് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പലർക്കും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ
ഒരു നല്ലൊരു പ്രോഗ്രസ് വരുന്നത് പോലെ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളത് നോക്കിയിരിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് സന്തോഷത്തിനുള്ള വകയാണെന്ന് കാണുന്നുണ്ട്. ഇവിടെ ഫൂളാണ്. പുതിയൊരു തുടക്കം നിങ്ങളെ കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരുന്നു എന്നുള്ളതാണ്. ഈ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് ആത്മീയമായ ഒരു ഉണർവിലേക്കുള്ള യാത്രയാണ്. ആത്മീയപരമായി എന്ന് പറയുമ്പോൾ എന്താണ്, ഇതുവരെ ഒരു ദൈവാനുഗ്രഹം ഒന്നും ഇല്ല, അല്ലെങ്കിൽ ദൈവ വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിക്ക് പെട്ടെന്നൊരു ഉണർവ് ഉണ്ടാവുകയാണ്. എനിക്ക് എല്ലാവരും ഉണ്ട്, എനിക്ക് എന്നെ ദൈവം നോക്കിക്കൊള്ളു, അല്ല എങ്കിൽ യൂണിവേഴ്സ് എന്നെ നോക്കിക്കൊള്ളു, എൻ്റെ കാര്യങ്ങൾക്കെല്ലാം ഞാൻ ഇപ്പോൾ യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നു, എൻ്റെ കാര്യങ്ങളെല്ലാം യൂണിവേഴ്സിൽ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊന്നിനോടും ഒരു ചിന്തയും ഇല്ലാതെ മുന്നോട്ട് ഇറങ്ങി പുറപ്പെടുന്ന എനർജിയാണ് ഇവിടെയുള്ളത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ ഇന്നത്തെ ദിവസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ദിവസം നിങ്ങൾ പല കാര്യങ്ങളിലും മുന്നോട്ട് വരുന്നുണ്ട്. ദൈവികമായ ചില കാര്യങ്ങളിൽ നിങ്ങളിവിടെ മുന്നോട്ട് വരുന്നുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും, ചിലർക്കൊക്കെ ഇന്നത്തെ ദിവസം കർമ്മയൊക്കെ ഒന്ന് ഒഴിവാക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ മനസ്സിന് നല്ല സമാധാനം കിട്ടുന്ന എനർജിയാണ്. ഇന്ന് അമാവാസ്യയല്ലേ, രാവിലെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടാവണം ഈ ഒരു ദിവസം. അതിനായിട്ട് കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു നല്ല തുടക്കത്തിലേക്ക് പോകാൻ സാധിക്കുന്നു. നിങ്ങൾ ഇന്ന് വിചാരിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ആരെങ്കിലും ഇന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവണം ഇന്നത്തെ ദിവസം നല്ലതാണ്, പുതിയ തുടക്കം വരുത്താം. ദൈവികമായ ചില കാര്യങ്ങൾക്ക്, ദൈവികമായ ചില ചിന്തകളോടുകൂടി അതിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ഒരു തുടക്കം. മനസ്സിലായി? അപ്പോൾ പിന്നെ എല്ലാ വിധത്തിലുമുള്ള പേടിയെ ഇവിടെ ഉപേക്ഷിക്കാൻ സാധിക്കുന്നു. തീർച്ചയായും യൂണിവേഴ്സിൽ ഒരു വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് മറ്റൊന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. അതാണ് പറയുന്നത്, ദൈവവിശ്വാസമുണ്ട്. നിങ്ങൾ ധ്യാനം, മന്ത്രം, ജപം ഇതൊക്കെ നടത്തുന്നവരാണെങ്കിൽ മറ്റൊരു കാര്യത്തെയും പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാർത്ഥന എല്ലായ്പ്പോഴും നിങ്ങൾക്ക് നല്ലതുപോലെ കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണ്. നിരന്തരമുള്ള ജപം, പ്രാർത്ഥന, ധ്യാനം ഇതൊക്കെ എന്താണ്, മനസ്സിനെ ഏറ്റവും നല്ല ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും. അവിടെ പേടിക്കേണ്ട കാര്യം എന്താണ്? അവിടെ യാതൊരു തരത്തിലും പേടിക്കേണ്ട. അപ്പോൾ പിന്നെ പല പുതിയ ചില നല്ല തുടക്കങ്ങൾക്കും രൂപം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. ഇവിടെ അത് തന്നെയാണ് ഏസ് ഓഫ് സോർഡ്സിന്റെ എനർജി. ക്ലാരിറ്റി വന്നിട്ട് പുതിയൊരു തുടക്കത്തിലേക്ക് പോവുകയാണ്. ഇവിടെ യാത്രകൾ കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുന്നു. ജോലിക്കാര്യങ്ങളിലൊക്കെ എന്താണ്, ഒരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു. നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് ആരെങ്കിലും ഒക്കെ നല്ല വർത്തമാനങ്ങൾ പറയാൻ, നല്ലതുപോലെ നിങ്ങളെ ഒന്ന് പുകഴ്ത്തി സംസാരിക്കാൻ, നിങ്ങളുടെ കഴിവിനെ ഒന്ന് അംഗീകരിക്കാൻ, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു എനർജി ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് നല്ലതുപോലെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു. നിങ്ങൾ യൂണിവേഴ്സിന് താങ്ക് യു പറയുന്ന ഒരു ദിവസം ആണ് ഇന്നത്തെ ദിവസം. നമുക്കിനി മൂൺ കാർഡൊക്കെ ഒന്ന് നോക്കാവേ. മൂണിന്റെ എനർജി എന്താണെന്ന് നോക്കാം നമുക്ക്. അമാവാസ്യല്ലേ, എ ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ്. കണ്ടില്ല എത്ര കറക്റ്റ് ആണ്. ഇത് ഫുൾ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്, ഏസ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഡെത്ത് വന്നിരിക്കാൻ നിങ്ങൾക്ക് ചേഞ്ച് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരുന്നുണ്ട്. അത് ഏത് കാര്യത്തിനായാലും. ഫുൾ കാർഡ് വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാണ് നിങ്ങളോട്, ഇന്നത്തെ ദിവസം ഒരു പുതിയ തുടക്കം നിങ്ങൾക്കുണ്ട്. അത് വളരെയധികം കാം ആൻഡ് കൂളായിട്ട്, വളരെ മനസ്സിന് സമാധാനം കൊടുത്തുകൊണ്ട്, ശാന്തത കൊടുത്തുകൊണ്ടാണ് ഇന്നത്തെ ആ ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് ഇവിടെ അമാവാസി തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം. കണ്ടില്ലേ, ന്യൂ മൂൺ ആണ്. നത്തിങ് വിൽ കം ഓഫ് ദിസ് സിറ്റുവേഷൻ. നിങ്ങൾ വിചാരിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഒന്നും വരില്ല എന്ന്. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ചേഞ്ചസ് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്ന് ഈ ഒരു സിറ്റുവേഷനിൽ ഒന്നും വരില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ എന്തിനു വേണ്ടി പ്രയത്നിക്കുന്നുണ്ടോ ആ പ്രയത്നത്തിനൊരു ഫലം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഫെയറി ക്ലൈമാക്സ് അപ്രോച്ചസ്, ഒരു ക്ലൈമാക്സ് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങളിപ്പോൾ ഇവിടെ അമാവാസിയല്ലേ, ഈ അമാവാസിയിൽ എന്തെങ്കിലും ഒന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾ തുടങ്ങി വയ്ക്കുന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ക്ലൈമാക്സിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ക്ലൈമാക്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അതിന്റെ സക്സസ് ആണ് വരാൻ പോകുന്നത്.
മനസ്സിലായോ? അപ്പോൾ ഒന്നുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഫുൾ മൂൺ ആകുന്നു. ന്യൂ മൂണിൽ നിങ്ങളിപ്പോൾ ഇന്ന് അമാവാസിയിൽ ഇന്ന് നിങ്ങൾ തുടങ്ങുന്ന കാര്യം ഇവിടെ ഫുൾ മൂൺ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സാധിച്ചു കിട്ടുമെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു അല്ലേ? അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നത്? ഇത് നിങ്ങൾക്ക് ഇവിടെ സംഭവിക്കാൻ പോകുന്നു. തീർച്ചയായിട്ടും ഇവിടെ കണ്ടില്ല, ഇവിടെ യു ആൻഡ് യുവർ ലൗഡ് വൺസ് ആർ സേഫ് എന്നാണ് ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികൾ ഇവിടെ സേഫാണ്, ആർക്കും ഒരു കുഴപ്പവുമില്ല, സേഫായിട്ട് തന്നെ ഇരിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുക. മനസ്സിലായോ? അല്ലെങ്കിൽ ഇന്നത്തെ എനർജി നിങ്ങളെയും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളെയും സംരക്ഷിക്കുന്നതാണ്. ഇനി നമുക്ക് ശിവഭഗവാന്റെ മെസ്സേജസ് ഒന്ന് നോക്കാവേ. ശനിയാഴ്ചയല്ലേ? ശിവഭഗവാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഭഗവാന്റെ അനുഗ്രഹം എന്താണ്? ഭഗവാന്റെ മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ യു ഡിസേർവ് ദിസ്. നിങ്ങൾ ഈ വിജയം കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ, ഞാനിവിടെ പറഞ്ഞതല്ലേ ഉള്ളൂ, നിങ്ങൾ മുന്നോട്ട് പോകുന്തോറും നിങ്ങളൊരു സക്സസ്സിലേക്ക് പോകുമെന്ന്. പക്ഷെ ഈ ഒരു സക്സസ് നിങ്ങൾ അർഹിക്കുന്നതാണ്. ഭഗവാൻ പറയുന്നത് അതാണ് നിങ്ങളോട്. ഈ വിജയം നിങ്ങൾ അർഹിക്കുന്നതാണ്. കാരണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളുടെ കർമ്മം ഒന്ന് റിലീസാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്, നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്ക് വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഇവിടെ ഫുൾ കാർഡ് വന്നിട്ടുണ്ട്, ഇവിടെ ഏസ് ഓഫ് സോർഡ്സ് വന്നിരിക്കുന്നു, ഇവിടെ ഡെത്ത് വന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു ചേഞ്ചിനുള്ള സമയമായിരിക്കുന്നു. അതുവഴി നിങ്ങൾക്ക് മുന്നോട്ട് വരും തോറും തീർച്ചയായിട്ടും നിങ്ങൾ അർഹിക്കുന്ന ഒരു വിജയം ഉണ്ട്. അത് നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. മനസ്സിലായോ? ഡോണ്ട് വറി, ഐ ആം പ്രൊട്ടക്റ്റിംഗ് യു. ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. മനസ്സിലായി? വിഷമിക്കേണ്ട കാര്യമില്ല, ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. നമ്മളിവിടെ മുൻപേ പറഞ്ഞതാണ്, നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്നവരും സേഫ് ആണ്. ഞാൻ ഇവിടെ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും വിഷമിക്കേണ്ട. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ, നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുകയാണെങ്കിൽ, എല്ലാ ദിവസവും ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു, ഇത് പലതവണ പറയുന്നതോടുകൂടി നിങ്ങളുടെ കർമ്മ ക്ലിയർ ആവും. മനസ്സിലായി? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സാധ്യമായി വരും. നിങ്ങൾക്ക് മനസ്സ് ശാന്തമാക്കി വെക്കാൻ സാധിക്കും. അപ്പോൾ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകും. അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾ എത്രമാത്രം വിശ്വസിക്കുന്നു അത്രയും പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നാണ് കാണുന്നത്. ഹോൾഡ് ഓൺ. കണ്ടില്ലേ പറയുന്നത് എന്താണ്? ഹോൾഡ് ഓൺ. ഒന്ന് ഹോൾഡ് ചെയ്തോ. ഈ ഒരു ശക്തിയെ ഒന്ന് ഹോൾഡ് ചെയ്തോളൂ. എന്ത് ശക്തിയാണ്? യൂണിവേഴ്സിന്റെ പവറിന്. യൂണിവേഴ്സൽ പവർ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കാം. നിങ്ങൾ എത്രമാത്രം യൂണിവേഴ്സൽ വിശ്വാസം അർപ്പിക്കുന്നു അത്രമാത്രം പവർ നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നതാണ്. ആ പവറിനെ നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്തോളൂ, ആ ഒരു ലൈറ്റ്, ആ പ്രകാശത്തെ. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെയാണ് ഭഗവാന്റെ മെസ്സേജസ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അബണ്ടൻസ് ആൻഡ് പ്രോസ്പെറിറ്റി ആണ്. കണ്ടില്ലേ? നിങ്ങൾ ഒരുപാട് നിങ്ങൾ വിശ്വസിക്കും തോറും, നിങ്ങളുടെ കർമ്മ റിലീസ് ആവും തോറും നിങ്ങളിലേക്ക് സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരുന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹമാണ് ഇന്നത്തെ ദിവസം. കണ്ടോ? അപ്പൊ എല്ലാവരും വിശ്വസിച്ചുകൊണ്ട് ഫൊർഗിവ്നെസ് പറയാൻ മടിക്കരുത്. ഫൊർഗിവ്നെസ് പറഞ്ഞുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ ഉള്ളിലുള്ള സ്ട്രെസ് മാറാൻ, ടെൻഷൻ കുറഞ്ഞു കിട്ടാൻ ഏറ്റവും നല്ലതാണ് ഫൊർഗിവ്നെസ് പറയുക എന്നത്. ഓപ്പൺ പ്രെയർ ആണ്. 108 തവണ നിങ്ങൾ പറയുന്നതിലും ഏറ്റവും നല്ലത് നിങ്ങൾ എഴുതി വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇന്നത്തെ ദിവസം രാവിലെ നിങ്ങൾക്ക് പറ്റിയാൽ, ആർക്കെങ്കിലും ചെയ്യാൻ പറ്റിയാൽ ഓം നമഃ ശിവായ എന്ന് എഴുതിക്കൊണ്ട് ഒരു ബുക്കൊക്കെ എടുത്തിട്ട് 108 തവണ ഓപ്പൺ പ്രെയർ എഴുതാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇതൊരു 108 തവണ നിങ്ങൾക്ക് ഇന്ന് എഴുതാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ്. എഴുതി വെക്കണം. എഴുതുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ, ആ എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നത്.
മനസ്സിലായോ? അതുപോലെ പല ദിവസങ്ങൾ നിങ്ങൾ മനസ്സിൽ കണക്കൂട്ടി ഒരു 11 ദിവസം അല്ലെങ്കിൽ ഒരു 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊന്ന് എഴുതി നോക്കിക്കേ. അതിൽ മനസ്സർപ്പിച്ച് വേണം എഴുതാൻ. വെറുതെ എഴുതി പേപ്പർ എടുത്ത് കാറ്റിൽ പറത്തി കളയുവല്ല ചെയ്യേണ്ടത്. അങ്ങനെ ഒരു 21 ദിവസം തുടർച്ചയായി നിങ്ങളത് എല്ലാ ദിവസവും രാവിലെ ഒരേ സമയത്ത് ഒന്ന് എഴുതി നോക്കൂ. എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അപ്പൊ ശരി, നമുക്ക് ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഹൈപ്പ് ചെയ്യാൻ മടിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.